എന്താ ഇവിടെ? നിർമാല്യം തൊഴാനിരുന്നതാ സാർ. ഇവിടെ ഇരിക്കാൻ പാടില്ല. എന്താടാ ഇവിടെയാണ് കിടന്നുറങ്ങുന്നേ? പോ ഇവിടെയും കണ്ടുപോരുത്. ഹലോ, എഴുന്നേൽക്കണം. ഇവിടെ നിന്ന് കിടന്നുറങ്ങാൻ പറ്റില്ല. എണീക്ക്. ഇവിടെ കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. സാർ, എനിക്ക് പോകാൻ വേറെ സ്ഥലമില്ല. അതിന് പോകാൻ സ്ഥലമില്ലാത്തവരെല്ലാരും കൂടെ ഇവിടെ കിടന്നുറങ്ങിയാൽ എങ്ങനെ? എന്താ പ്രശ്നം? സാർ, ഇയാൾ ഇവിടുന്ന് പോകാൻ കൂട്ടാക്കുന്നില്ല. എങ്കിൽ ഇവരെ പിടിച്ച് വണ്ടിയിലിട്ട് നമുക്ക് സ്റ്റേഷനിൽ പോയി കിടന്ന് ഉറങ്ങാന്ന് പറ. സാർ, ഞാനൊരു യാത്രയിലാണ്. വേറെ സ്ഥലമില്ലാത്തോണ്ട് ഇവിടെ കിടന്നത്. വന്നേ സാർ, എനിക്ക് പോകാൻ വേറെ സ്ഥലമില്ല. നമുക്ക് മനസ്സിലായടാ. എന്താ കാര്യം? എന്താ ഇവിടെ ഒരു ബഹളം? ഈ എസ് ഐ കൊണ്ട് ഒരു രക്ഷയില്ല വിദ്യാമ്മേ. ദേ കണ്ടില്ലേ, ഒരു കാരണവുമില്ലാതെ കിടന്നുറങ്ങുന്ന പാവങ്ങളുടെ മെക്കെട്ട് കയറുന്നത്. ഇവരൊക്കെ രാവിലെ നിർമാല്യം തൊഴാൻ വേണ്ടി ഇവിടെ കിടന്നുറങ്ങുന്ന ദേവീഭക്തരാ. ആ പാവങ്ങളെയാ ഈ കാട്ടാളൻ ഇങ്ങനെയായിട്ട് ഉപദ്രവിക്കുന്നത്. ഏതോ VIP വരുന്നതിന്റെ സുരക്ഷയാണത്രേ. സവാരി പോകുന്ന ഞങ്ങളെപ്പോലും ഈ സ്റ്റാൻഡിൽ കിടക്കാൻ സമ്മതിക്കുന്നില്ല. എന്തൊരു കഷ്ടം ഇത്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ആഹാ, വിദ്യാമച്ചി ഇവിടെയും വന്നോ? അതെ, ഞങ്ങളുടെ ഡ്യൂട്ടിയിലാണ്. അത് തടസ്സപ്പെടുത്തരുത്. ഈ സാധുക്കളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതാണോ നിങ്ങളുടെ ജോലി? അതിനുള്ള അധികാരം നിങ്ങൾക്ക് ആരാ തന്നത്? പോലീസിന്റെ പണിയൊന്നും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. അത് ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ പിന്നെ നിങ്ങളുടെ പേരിൽ കേസെടുക്കേണ്ടി വരും. അതിന് നിങ്ങളുടെ ജോലി തടസ്സപ്പെടുത്താനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. പക്ഷെ ഇതല്ല നിങ്ങളുടെ ജോലി. ആഹാ, മാഡം പറഞ്ഞാട്ടെ ഞങ്ങളുടെ ജോലി. ഞങ്ങൾ അതുപോലെ ചെയ്യാം. അത് പിന്നെ വിദ്യാമേ, DGP നിർമാല്യം തൊഴാൻ എത്തുന്നുണ്ട്. അതിന്റെ സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ എല്ലാം ക്ലിയർ ചെയ്യാൻ നിർദ്ദേശം ഉണ്ടായിരുന്നു. സുരക്ഷ ഒരുക്കുന്നത് പാവങ്ങളുടെ മെക്കിട്ട് കയറിയിട്ടല്ലല്ലോ. എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ ഇവരെയൊക്കെ ഇങ്ങനെ തല്ലി ഓടിക്കുന്നത്? അമ്മയെ കണ്ട് നിർമാല്യം തൊഴാൻ ആഗ്രഹിച്ച് ഭക്തിയോടെ കാത്തിരിക്കുന്ന സാധുക്കളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയുള്ളവരെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ കടത്തണയിൽ കിടന്നുറങ്ങുന്ന എല്ലാവരെയും ഭക്തരുടെ കൂട്ടത്തിലൊന്നും പെടുത്താൻ പറ്റില്ല. ഈ കൂട്ടത്തിൽ കള്ളന്മാരും പോക്കരടിക്കാരും വരെ ഉണ്ടാവും. അവരെ കണ്ടെത്തേണ്ടതാണ് നിങ്ങളുടെ ജോലി. അല്ലാതെ കണ്ണിൽ കണ്ടവരെ മുഴുവനും ആ ഗണത്തിൽപ്പെടുത്തി ഉപദ്രവിക്കുകയല്ല വേണ്ടത്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. DGP വരാൻ സമയമായി. മാഡം പോകട്ടെ. അതെ, ശീതീകരിച്ച മുറിയിൽ കിടന്നുറങ്ങുന്നവരും ഈ വഴിയരികിൽ കിടന്നുറങ്ങുന്നവരും അമ്മ മൂകാംബികയ്ക്ക് ഒരുപോലെയാണ്. അല്ലാതെ നിങ്ങളുടെ DGPക്ക് അമ്മയുടെ മുമ്പിൽ പ്രത്യേക സ്ഥാനമൊന്നുമില്ല. അതൊന്നും തീരുമാനിക്കുന്നത് നിങ്ങളല്ലല്ലോ. നിങ്ങൾ സമയം മെനക്കെടുത്താതെ പോകാൻ നോക്ക്. DGP എത്തി. എന്താ ഇവിടെ ഒരു ക്രൗഡ്? സർ, ഞങ്ങൾ സാറിന്റെ വിസിറ്റ് പ്രമാണിച്ച് ഇവിടെ ക്ലിയർ ചെയ്യുകയായിരുന്നു. എന്താ പ്രോബ്ലം? സർ, ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ ക്ലിയർ ചെയ്യായിരുന്നു. അതിന് ഈ സ്ത്രീ സമ്മതിക്കുന്നില്ല.
വിദ്യാമ്മയോ? ഈ നേരത്തെന്താ ഇവിടെ? ഞാൻ നിർമാല്യം തൊഴാൻ ഇറങ്ങിയതാ. അപ്പോഴാണ് ഇവിടെ ഇദ്ദേഹം സുരക്ഷയുടെ പേരിൽ ഭക്തരായ ആൾക്കാരെ ഉപദ്രവിക്കുന്നത് കണ്ടത്. വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ്? എന്തിനാടോ എന്റെ വരവ് പ്രമാണിച്ച് ഭക്തരെ ഉപദ്രവിക്കുന്നത്? സർ, ഇവര് ഭക്തരൊന്നുമല്ല, ക്രിമിനൽസ് ആണ്. ഷടപ്പ്. ഇവിടെ ഉള്ളവർ ആരാണെന്നും എന്താണെന്നും ഈ നിൽക്കുന്ന വിദ്യാമ്മയ്ക്കറിയാം. വെറുതെ ഡിപ്പാർട്ട്മെന്റിന് ചീത്തപ്പേരുണ്ടാക്കാൻ തന്നെ പോലുള്ള ഫൂൾസ് കെട്ടിയെടുത്തോളും. ക്ഷമിക്കണം വിദ്യാമ്മേ, ഇയാൾ ചെയ്ത അവിവേകത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇയാളുടെ പുതിയ അപ്പോയിന്റ്മെന്റ് അല്ലേ? അതെ അതെ സർ. സർ. വെറുതെ അല്ല ഈ ഷോ ഓഫ്. തനിക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് നടപടി ഉണ്ടാവും. ഇവിടെ വരുന്നവരിൽ ഭൂരിഭാഗം പേർക്കും അമ്മയുടെ ക്ഷണം ഉണ്ടാവും. പക്ഷേ അതില്ലാത്തതാണ് ഇദ്ദേഹത്തിന്റെ കുഴപ്പം. ഇദ്ദേഹം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രം ജോലി ചെയ്യാൻ വന്നതാണ്. അതിന്റെ കുഴപ്പമോ ഇത്? യെസ് യെസ്, ഇയാളെ കണ്ടാലേ അറിയാം ആളൊരു അഹങ്കാരിയാണെന്ന്. എന്താടോ, ഒരു DGP കണ്ടാൽ സല്യൂട്ട് ചെയ്യാൻ പോലും തന്റെ കൈ പൊങ്ങില്ലേ? സർ, സല്യൂട്ട് ചെയ്യാൻ കൈ അനക്കാൻ പറ്റുന്നില്ല സർ. എന്തു പറ്റി തന്റെ കൈക്ക്? സോറി സർ, എനിക്കറിയില്ല. എനിക്ക് കൈ ഉയർത്താനാവുന്നില്ല. സോറി എന്നോടല്ല, ദാ വിദ്യാമ്മയോട് പറയും. എന്നോട് ക്ഷമിക്കണം മാഡം, ഞാൻ അറിയാതെ എന്തെങ്കിലും. ജോലിയിലുള്ള ഉത്തരവാദിത്വമൊക്കെ നല്ലത് തന്നെ. പക്ഷെ അത് സാധുക്കളെ ഉപദ്രവിച്ചുകൊണ്ടും അവരെ അധിക്ഷേപിച്ചുകൊണ്ടും ആവരുത്. ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടാവണം. ഇല്ല മാഡം, ഇനി ഞാൻ തെറ്റ് ആവർത്തിക്കില്ല. എങ്കിൽ നല്ലത്. സർ, ഇപ്പൊ തന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ, ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഐ എം സോറി സർ. വിദ്യാമ്മ വരൂ, നിർമ്മാല്യം തൊഴാനല്ലേ? ഞാനും അങ്ങോട്ടേക്കാ. വേണ്ട, സാറ് പൊയ്ക്കോളൂ, ഞാൻ നടന്നു വന്നോളാം. ശരി.